ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം, പിന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വെച്ചാണ് ഞാനിത് ചെയ്യുന്നത്. അമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി 3 ടീസ്പൂൺ മൈദ മാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് നല്ല കട്ടിയിൽ കലക്കിയെടുക്കണം. ദോശമാവിലും കുറച്ചുകൂടി കട്ടിയായിട്ട് കലക്കിയെടുക്കണം. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം കലക്കിയെടുക്കാൻ. എന്നിട്ട് കലക്കിയതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 4 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിലും അങ്ങനെയും എടുക്കാം. ഈ 4 പീസ് ബ്രെഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓരോ പീസ് ബ്രെഡിൻ്റെയും നമ്മളുടെ ആ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കുട്ടികൾക്കാകുമ്പോൾ ഈ അരിക്കൊക്കെ ഇരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് ഈ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. മുതിർന്നവർക്കാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികൾ തീർച്ചയായിട്ടും ഇത് കഴിക്കില്ല. ഈ അരികിലിങ്ങനെ ഡാർക്കായിട്ടിരിക്കണ കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇത് ബാക്കി പ്രോസസ്സിലോട്ട് പോകാം. അപ്പം ഞാനത് ഓരോന്നും ഇതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ആ ബ്രെഡെല്ലാം അരികെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ കട്ട് ചെയ്ത ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. ഇനി ഓരോ സ്ലൈസ് ബ്രെഡും എടുത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ ഗാലക്സി ചോക്ലേറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ചോക്ലേറ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും തണുപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോഴിങ്ങനെ കയ്യിലൊട്ടി പിടിക്കാതെ ഇരിക്കും. ഞാനിവിടെ ഒരു പീസ് ബ്രെഡിൽ 2 ചോക്ലേറ്റ് വീതമാണ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ചോക്ലേറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം അരികിലെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ അപ്ലൈ ചെയ്യുക. സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് അരികിലെല്ലാം ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരികെല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായി കയ്യിലെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഒട്ടാത്ത ഭാഗമൊക്കെ നമുക്ക് നോക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഒട്ടിയിരുന്നോളും, വിട്ടൊന്നും പോകുകയൊന്നുമില്ല. ഇതിപ്പോൾ ഒരു പീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒട്ടാത്ത ഭാഗമൊക്കെ നമുക്ക് വീണ്ടും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് അടുത്ത പീസും കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. കുട്ടികൾ ചോക്ലേറ്റ് മാത്രമായിട്ട് കഴിക്കുന്നതിലും നല്ലത് ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഡെലീഷ്യസ് ആയിട്ട് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അവരുടെ വിശപ്പും മാറും, ഒരു നേരത്തെ ആഹാരവുമാകും. ഒരു 2 എണ്ണം മാക്സിമം കഴിക്കാൻ പറ്റും കുട്ടികൾക്ക്. ഒരെണ്ണം തന്നെ മതിയാകും. മുതിർന്നവർക്കും കഴിക്കാം കേട്ടോ. ഇത് മുതിർന്നവർ കഴിക്കുന്നത് ഷുഗർ നോക്കിയിട്ടൊക്കെ വേണം. മധുരമുള്ളതായതുകൊണ്ട് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. പക്ഷേ ഷുഗർ ഉള്ളവരാണെങ്കിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്കൊക്കെ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബട്ടറോ ഗീയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഓരോ പീസും എടുത്ത് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കിത് മറിച്ചിടാം. ഇപ്പം ഞാനൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ കേട്ടോ. ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൂടുതൽ മൊരിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് ഒന്നുകൂടി തിരിച്ചിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ചേർത്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും നന്നായിട്ടൊന്ന് മരിച്ചെടുക്കാം. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ വീണ്ടും തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ബ്രൗൺ നിറമാക്കിയെടുക്കാം. കൂടുതലും മൊരിയും തോറും നല്ല ക്രിസ്പി ആയിട്ടുള്ള ടോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നേരം തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്താൽ നല്ല ബ്രൗൺ നിറമായിട്ടുള്ള ടോസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം.
കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടൊക്കെ ചെയ്യാം, പക്ഷേ ഇതൊരു 5 മിനിറ്റ്സ് സ്നാക്ക് ആയതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് മാത്രമേ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ. ബ്രെഡ് നല്ല ക്രിസ്പിയും നല്ല ക്രഞ്ചിയുമാണ്, പിന്നെ ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് നല്ല സ്വീറ്റിയുമാണ്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പാനിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, വളരെ ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക്